നമസ്കാരം, സംസ്കൃതിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് UP ക്ലാസ്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാഠഭാഗങ്ങളെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്കാണ് കടക്കുന്നത്. 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. 6ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠപുസ്തകത്തിൽ പ്രധാനമായിട്ടും 5 പാഠങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ചെപ്പുകൾ എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. അതിൽ പ്രധാനമായിട്ടും കോശങ്ങളെക്കുറിച്ചും കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും ഒരു അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ പാഠഭാഗം ദ എസൻസ് ഓഫ് ചേഞ്ച് എന്നാണ്, അതായത് മാറ്റത്തിൻ്റെ പൊരുൾ. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഊർജത്തെക്കുറിച്ചും ഊർജമാറ്റത്തെക്കുറിച്ചുമാണ്. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്നും പൂവിലേക്ക്. വിവിധ തരം പൂക്കളെക്കുറിച്ചും പൂവിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. നാലാമത്തെ അധ്യായത്തിൻ്റെ പേര് എലോങ് വിത്ത് ദ മോഷൻ അല്ലെങ്കിൽ ചലനത്തിനൊപ്പം എന്നാണ് അധ്യായത്തിൻ്റെ പേര്. ഇതിൽ നമ്മൾ വിവിധ തരം ചലനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അഞ്ചാമത്തെ ചാപ്റ്റർ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരം ആരോഗ്യത്തിന്. വിവിധ തരം ആഹാരങ്ങളെക്കുറിച്ചും അവ നമുക്ക് നൽകുന്ന പോഷക ഘടകങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 6ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവന്റെ ചെപ്പുകൾ അല്ലെങ്കിൽ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കോശങ്ങളും കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അതുപോലെ തന്നെ ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങളുമാണ് പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിനു മുമ്പായിട്ടൊരു ചെറിയ കാര്യം ആ ചാപ്റ്ററിലുണ്ട്. അതായത് നമുക്ക് ഈ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും കാണുവാൻ സാധിക്കാത്തതും, അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നതും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തതുമായ ഒരുപാട് ജീവികളുണ്ട്. ഇത്തരത്തിൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ജീവികളെ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ എന്ന് പറയാം. ഇവയെ നമുക്ക് കാണുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. The organism that cannot be seen by naked eyes are called microorganism. നമ്മൾ സൂക്ഷ്മജീവികൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ജീവികളെയാണ് നമ്മൾ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് ജീവികളുണ്ട്. അതിന് പ്രധാനപ്പെട്ട 3 ഉദാഹരണങ്ങൾ പറയാം. 1 അമീബ, 2 പാരമീസിയം, 3 യൂഗ്ലീന. സസ്യശരീരമായാലും ജന്തുശരീരമായാലും അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ്. ഇത്തരത്തിൽ ജീവശരീരങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ കോശങ്ങൾ എന്ന് പറയുന്നത്. ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മാൾ യൂണിറ്റ്സ് കാൾഡ് സെൽസ്. ഇത്തരത്തിൽ കോശത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ജീവികളെ ഏകകോശ ജീവികളെന്നും ബഹുകോശ ജീവികളെന്നും 2ആയിട്ട് തരംതിരിക്കാം. ശരീരത്തിൽ ഒരേ ഒരു കോശം മാത്രം കാണപ്പെടുന്നു എങ്കിൽ അവയെ ഏകകോശ ജീവികളെന്നും, ഒന്നിലധികം കോശങ്ങളാൽ ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവയെ ബഹുകോശ ജീവികൾ എന്നും അറിയപ്പെടുന്നു. The organisms with only one cell is called unicellular organisms and organisms with more than one cell is called multicellular organism. ഏകകോശ ജീവികൾക്ക് നമ്മൾ ഉദാഹരണങ്ങളായി പറയുന്നവയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൂക്ഷ്മജീവികളായ അമീബ, പാരമീസിയം മുതലായ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് മനുഷ്യരെ പറയാം, അതുപോലെ തന്നെ വിവിധ ജന്തുക്കളെ പറയാം, അതുപോലെ തന്നെ സസ്യങ്ങളെയും നമുക്ക് ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാം. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെ പറ്റിയാണ്. പ്രധാനമായും കോശത്തിൻ്റെ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. ഒരു കോശത്തിൻ്റെ കേന്ദ്രഭാഗത്തെയാണ് നമ്മൾ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് എ സെൽ. അടുത്തതായിട്ട് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കോശത്തിൻ്റെ ആവരണത്തെയാണ് നമ്മൾ കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ദ കവറിംഗ് ഓഫ് എ സെൽ ഈസ് കാൾഡ് സെൽ മെംബ്രെയിൻ. മൂന്നാമത്തെ ഭാഗമാണ് കോശദ്രവ്യം. കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവ പദാർത്ഥത്തെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ദ മാട്രിക്സ് ഫിൽഡ് വിത്തിൻ ദ സെൽ മെംബ്രെയിൻ ഈസ് കാൾഡ് സൈറ്റോപ്ലാസം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് 6ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗത്തെക്കുറിച്ചാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ കാണുവാനായിട്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ എന്താണ് കോശങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
കോശത്തെ അടിസ്ഥാനമാക്കി ജീവികളെ ഏകകോശ ജീവികളെന്നും ബഹുകോശ ജീവികളെന്നും രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് കോശത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ, ന്യൂക്ലിയസ്, അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ, അതുപോലെ സൈറ്റോപ്ലാസം എന്നീ 3 ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിക്കുക. ബാക്കിയായിട്ട് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും.